Assalamualaikum, welcome back to our channel. ഇന്നത്തെ റെസിപ്പി ചോക്ലേറ്റ് സിറപ്പിൻ്റെതാണ്. ഈ സിറപ്പ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹെർഷീസിൻ്റെ ഒക്കെ ടേസ്റ്റിൽ നമ്മളുടെ വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും. അതുമാത്രമല്ല നമുക്കിത് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ പുഡിങ്ങിൽക്കും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം അരിച്ചെടുക്കാം. അരിച്ചെടുത്തത് ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്യാസ് ഓണാക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തെടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഈ ബട്ടർ ഈ പാലിലൊന്ന് നല്ലോണം മെൽറ്റായിട്ട് വരണം. ബട്ടർ മെൽറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വിസ്ക് എങ്ങാനും വെച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ നല്ലോണം മിക്സാക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കൈയെടുക്കാതെ ഇങ്ങനെ മിക്സാക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയി കിട്ടും. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ തിക്കാവുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ ഇതാ ചോക്ലേറ്റ് സിറപ്പ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ തിക്കായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കിയിട്ട് തിക്കാക്കി എടുത്താൽ മതി. എല്ലാവരും ഈ ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് നമുക്ക് കേക്കിൽക്കും അതുപോലെ തന്നെ പുഡിങ്ങിൽക്കൊക്കെ യൂസ് ചെയ്യാം. അതുമാത്രമല്ല നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.